ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആശ്വാസം നൽകാത്ത പാരിലെ വാസത്തിൽ പലരുടെയും ഉള്ളം നീറുമ്പോൾ പ്രത്യാശയുടെ സമൃദ്ധി നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ അത് രാപ്പകൽ ധ്യാനിക്കുവാനും അത് നമ്മുടെ ആനന്ദമായിരിക്കാനും കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വചനം നമുക്ക് ധ്യാനിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഉള്ളത് അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിൽ ഉള്ളത് തന്നെ ചിന്തിക്കുവിൻ. അന്വേഷിക്കുവാനും ചിന്തിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. 2 സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഒന്ന് സ്വർഗം അല്ലെങ്കിൽ ഉയരത്തിൽ ഉള്ള സ്ഥലം. 2 ഭൂമിയിൽ ഉള്ള കാര്യങ്ങൾ. ബഹുഭൂരിപക്ഷ മനുഷ്യരും ചിന്തിക്കുന്നത് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ദൈവമനുഷ്യർക്ക് പാർക്കുവാനായിട്ട് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് ഭൂമി എന്ന് നാം വിളിക്കുന്ന സ്ഥലം. ഈ ഭൂമിയിലാണ് നാം ജനിച്ചതും വളരുന്നതും എല്ലാം. ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. ഭൂമിയിൽ ഉള്ളത് എന്താണ്? അത് ഭൗമികമായ കാര്യങ്ങളാണ്. ഭൂമിയിലുള്ളത് ചിന്തിക്കാതെ ഒരാൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിൽ ഉള്ളത് ചിന്തിപ്പീൻ. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇവിടുത്തെ ചിന്തകളെല്ലാം നമ്മെ ലോകത്തോട് അടുപ്പിക്കുന്നതാണ്. ലോകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. അതാണ് ലോകത്തിലെ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ വിശേഷത എന്ന് പറയുന്നത് നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്ത് എഴുന്നേറ്റവരാണ്. ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ആളുകൾ, ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സമർപ്പിതരായവർ, അവർ തീർച്ചയായും ഉയർത്തെഴുന്നേറ്റവരാണ്. അവരുടെ പഴയ സ്വഭാവത്തിൽ നിന്നും പഴയ ചിന്തകളിൽ നിന്നും ഒക്കെ ഉള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അവർ ജീവിക്കുന്നത് പഴയ മനുഷ്യനിൽ അല്ല, പുതിയ മനുഷ്യനിലാണ്. അവരുടെ പഴയ മനുഷ്യൻ മരിക്കുകയും പുതിയ മനുഷ്യൻ അവരിൽ ഉളവാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിനോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്താണ് ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഉള്ളത് അന്വേഷിക്കുവിൻ. ക്രിസ്തു ഇരിക്കുന്ന ഇടത്ത് ഉള്ള കാര്യങ്ങൾ അന്വേഷിപ്പീൻ. സ്വർഗീയമായ ഒരന്വേഷണം. ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം ഈ ലോകം ശാശ്വതമല്ല എന്നും ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ലോകമാണെന്നും ഓരോ മനുഷ്യൻ്റെയും ഈ ഭൂമിയിലെ വാസം എന്ന് പറയുന്നത് അല്പകാലം മാത്രമാണെന്നും ബുദ്ധിയുള്ള മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ അവൻ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗീയമായതിനെക്കുറിച്ച് ചിന്തിപ്പാൻ തുടങ്ങുന്നത്. സ്വർഗീയമായത് നിലനിൽക്കുന്നതാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, സ്വർഗീയമായത് ഉയരത്തിൽ ഉള്ളത് നാം ചിന്തിക്കണം. ഇന്ന് പല മനുഷ്യരും ചിന്താകുലം ഉള്ളവരാണ്. ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കുന്നവരാണ്. ഇഹലോകത്തിൻ്റെ ചിന്തകൾ, ഉപജീവന ചിന്തകൾ, അങ്ങനെ വേണ്ടാത്ത 100,000 ചിന്തകൾ സാത്താൻ അവരുടെ മനസ്സിൽ കുത്തി നിറച്ചിരിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചും ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ ഉള്ളതല്ല, ഉയരത്തിൽ ഉള്ളത് സ്വർഗീയമായത് ചിന്തിപ്പീൻ. ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ വരുത്തും. കാരണം നാം എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാം പ്രവർത്തിക്കുന്നത്.
അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നാം വെറുതെ ഇരിക്കുമ്പോൾ, നമുക്ക് വീണ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ ചിന്ത എന്തിനെക്കുറിച്ചാണ്? നാം നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിരിക്കണം. കാരണം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാണ് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കുന്നത്. അവർക്കറിയാം ഇത് നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അതുകൊണ്ട് അന്യോന്യം പോഷ്ക് പറയാതെ പഴയ മനുഷ്യനെ അതിൻ്റെ പ്രവൃത്തികളോടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ അവർ ധരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ദൈവകോപം വരുന്ന വിഷയങ്ങളിൽ ജീവിച്ചിരുന്ന ആ കാലത്തിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉള്ളവരായിട്ട് മാറട്ടെ. സ്വർഗീയ ചിന്തകളാൽ നമ്മുടെ മനസ്സ് നിറയട്ടെ. ഈ ലോകത്തിൻ്റെ ചിന്തകൾ നമ്മളിൽ നിന്ന് കുറഞ്ഞു വരട്ടെ. ഇഹലോകത്തിൻ്റെ ചിന്തകൾ നമ്മളിൽ നിന്ന് ഇല്ലാതെയായിട്ട് പോകട്ടെ. കർത്താവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് സ്വർഗീയ ചിന്തകൾ ഉള്ളവരായിട്ട് മാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ, രുചി